പൊന്നാനി കപ്പൽ നിർമ്മാണശാലയിൽ അവ്യക്തത തുടരുന്നു. സർക്കാർ തലത്തിൽ തീരുമാനമാവാതെ പദ്ധതി നടപ്പാക്കുന്നുവെന്ന പ്രചരണത്തിനെതിരെ MLA രംഗത്ത്. ഷോപ്പിക വെഡിങ്സ്, ദ ബ്രൈഡൽ ലെഗസി. കപ്പൽ നിർമ്മാണശാല പദ്ധതിയെക്കുറിച്ച് തനിക്ക് യാതൊരു അറിവുമില്ലെന്നും UDF സർക്കാരിന്റെ കാലത്ത് പദ്ധതി സംബന്ധിച്ച യാതൊരു നീക്കവും നടന്നിട്ടില്ലെന്നും KP നൌഷാദ് അലി MLA പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളും തീരവാസികളും അംഗീകരിക്കുന്ന പദ്ധതി മാത്രമേ തീരദേശത്ത് നടപ്പാക്കൂ എന്നും തുറമുഖ വികസനം വേണമെന്നും എന്നാൽ ഇപ്പോൾ പറയുന്ന പദ്ധതിയിൽ ആശങ്കയുണ്ടെന്നും മിഷൻ സമുദ്ര പദ്ധതിയുടെ ഭാഗമായി തുറമുഖ വികസന പദ്ധതികൾ വരുമെന്നും MLA കൂട്ടിച്ചേർത്തു. 2011-16 കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഒരു കമ്പനി വന്നിരുന്നു. ആ കമ്പനി പിന്നീട് പിണറായി വിജയൻ സർക്കാരിന്റെ കാലം വന്നപ്പോൾ തുറന്തള്ളപ്പെട്ടു പോയി പുതിയ കമ്പനി വന്നു. ആ കമ്പനിയുടെ വാർത്തകളായിരുന്നു ഏതാനും മാസം മുമ്പ് വരെ നമ്മൾ കേട്ടിരുന്നത്. പക്ഷേ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു ഇല പോലും അടങ്ങിയിട്ടില്ല. MLA എന്നുള്ള നിലയിൽ എനിക്കൊരു വിവരമില്ല ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇതൊക്കെ ഒരു അപസർപ്പക കഥകളാണ്. കഥകൾ മെനയാനും ആഘോഷിക്കാനൊക്കെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് എന്ന് മാത്രമേ എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ. പദ്ധതി മത്സ്യത്തൊഴിലാളികളെ ദോഷകരമായി ബാധിക്കുന്ന ആശങ്കയാണ് തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾക്കുള്ളത്. തീരദേശത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ വിശ്വാസത്തിലെടുക്കാതെ ഒരു വികസനവും നടക്കില്ലെന്നും MLA കൂട്ടിച്ചേർത്തു. കപ്പൽ നിർമ്മാണശാലയ്ക്കായി തുറമുഖത്തെ 29 ഏക്കർ ഭൂമിയാണ് നിർമ്മാണ കമ്പനിക്കായി കൈമാറുന്നത്. പൊന്നാനിയിലെ കപ്പൽ നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രചരിക്കുന്നതെല്ലാം അപസർപ്പക കഥകളും കെട്ടുകഥകളുമാണെന്നും ഒരാളെപ്പോലും കുടിയൊഴിപ്പിച്ച ഒരു പദ്ധതിയും തീരദേശത്ത് നടപ്പിലാക്കുന്നില്ലെന്നും MLA പറഞ്ഞു. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ട്രാവൻകൂർ പ്രിസിഷൻ കമ്പോണന്റ് എന്ന കമ്പനിയാണ് കപ്പൽ നിർമ്മാണശാല ടെൻഡർ എടുത്തിട്ടുള്ളത്. ഇവരുടെ മറ്റൊരു കമ്പനിയായ എറണാകുളത്തെ ബ്ലൂജൻ മറൈൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനമാണ് പൊന്നാനി തുറമുഖത്ത് കപ്പൽ നിർമ്മാണശാല ആരംഭിക്കുമെന്ന് പറയുന്നത്. അതേസമയം കൂടുതൽ പഠനങ്ങൾ നടത്താതെ തിടുക്കപ്പെട്ട് പദ്ധതി നടപ്പാക്കാനുള്ള നീക്കമാണ് ദുരൂഹത ഉയർത്തുന്നത്. അങ്ങനെ ഒരു മാരിടൈം ബോർഡ് ഇപ്പം നിലവിലില്ല. അത് 2011-16 കാലത്തെ കമ്പനിക്കും പല കരാറൊപ്പുവെക്കലും അഗ്രിമെന്റ് ചെയ്യലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വാലിഡിറ്റി ഇല്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ ഇവർ ഒപ്പിട്ടത്. അപ്പോൾ ഇവരത് വാലിഡും അവരത് ഇൻവാലിഡും ആവുന്നത് എങ്ങനെയെന്ന് എനിക്കറിയില്ല. ഇനി ഈ കൂട്ടരൊക്കെ ഇങ്ങനെ പരസ്പരം ഓരോ അവകാശങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനപ്പുറത്ത് ഇതിനെക്കുറിച്ച് MLA എന്നുള്ള നിലയിൽ എനിക്ക് യാതൊരു വിവരമില്ല. മാരിടൈം ബോർഡ് ഇപ്പം നിലവിലില്ല. അത് പിരിച്ചുവിടപ്പെട്ട് കഴിഞ്ഞു. അല്ല, സർക്കാരിന് അറിയാതെ ഇങ്ങനൊരു കമ്പനി അല്ല, ഇത് കഥകളാണെന്നേ. കഥകളൊക്കെ ആർക്കും മെനയാലോ. ഇത് വെറും അപസർപ്പക കഥകളും കെട്ടുകഥകളുമാണ്. അങ്ങനെ ഒരു പിന്നെ ഇവിടുത്തെ തീരദേശത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ വിശ്വാസത്തിലെടുക്കാതെ ഒരു കൊലകൊമ്പനും ഇവിടെ വരില്ല. മത്സ്യത്തൊഴിലാളികളും ഇവിടുത്തെ തീരദേശത്തെ പിന്നെ മനുഷ്യരൊക്കെ അംഗീകരിക്കുന്ന പദ്ധതി പ്രോജക്റ്റൊക്കെ ഇവിടെ വരും.